എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ടെസ്റ്റ് മത്സരത്തിലെ ദയനീയ തോൽവിക്ക് ശേഷം ഇന്ത്യൻ നായകൻ ശുഭമാൻ ഗിൽ വികാരാധീനനായി. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് പറഞ്ഞ ഗിൽ ടീമിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുടെയും അഭാവം തനിക്ക് ഏറെ അനുഭവപ്പെട്ടുവെന്നും കൂട്ടിച്ചേർത്തു. ജയ്സ്വാളിന്റെ ക്യാച്ചുകൾ കൈവിട്ടതിലും ഋഷഭ് പന്തിന്റെ പ്രകടനത്തിലും ഗിൽ നിരാശ പ്രകടിപ്പിച്ചു. ആദ്യ ഇന്നിംഗ്സിൽ 3 സെഞ്ചുറികളോടെ 471 റൺസ് നേടിയ ഇന്ത്യയ്ക്ക് രണ്ടാം ഇന്നിംഗ്സിലെ ബാറ്റിംഗ് തകർച്ച നേരിട്ടതാണ് തിരിച്ചടിയായത്. KL രാഹുലും ഋഷഭ് പന്തും സെഞ്ചുറികൾ നേടിയെങ്കിലും സായ് സുദർശൻ ഒഴികെ മറ്റാർക്കും 2 അക്കം കടക്കാനായില്ല. ഇതോടെ 370 റൺസിന്റെ വിജയലക്ഷ്യം ഇംഗ്ലണ്ട് അനായാസം മറികടന്നു. ഡെക്കറ്റിന്റെ 149 റൺസും ജോ റൂട്ടിന്റെയും ബെൻ സ്റ്റോക്സിന്റെയും നിർണായക പ്രകടനങ്ങളും ഇംഗ്ലണ്ടിന് വിജയം സമ്മാനിച്ചു. തോൽവിക്ക് ശേഷം വികാരാധീനനായി കാണപ്പെട്ട ഗിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ തോൽവി എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഈ മത്സരത്തിൽ വിജയിക്കാൻ ഞങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്തു. വാക്കുകളാൽ അത് വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല. മത്സരത്തിന് മുൻപ് ഞങ്ങൾ പിച്ചുകൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ബാറ്റിംഗ് യൂണിറ്റിനെ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. പിച്ച് വളരെ പരന്നതായിരുന്നു. ഞങ്ങൾ നല്ല റൺസ് നേടുകയും ചെയ്തു. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിലെ ഞങ്ങളുടെ മോശം ബാറ്റിംഗ് ശീലം ഞങ്ങളെ തോൽപ്പിച്ചു. സായ് സുദർശനോ ജയ്സ്വാളോ കുറച്ചുകൂടി റൺസ് നേടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മികച്ച ടോട്ടൽ നേടാനും മത്സരം ജയിക്കാനും കഴിയുമായിരുന്നു. ശേഷം രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും ഓർത്ത് ഗിൽ ഇങ്ങനെ കൂടി കൂട്ടിച്ചേർത്തു: ഈ തോൽവിക്ക് ശേഷം എനിക്ക് രോഹിത് ഭായിയെയും കോഹ്ലി ഭായിയെയും ഒരുപാട് ഓർമ്മ വരുന്നു. അവരുടെ സാന്നിധ്യം ബാറ്റിംഗിന് മാത്രമല്ല, ഏത് സാഹചര്യത്തിലും ഇന്ത്യൻ ടീമിന് വിജയം നേടിക്കൊടുക്കാൻ സഹായിക്കുമായിരുന്നു. ഞാൻ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നി. എനിക്ക് ഒരു മൂത്ത സഹോദരനെ പോലെ ആരെങ്കിലും കൂടെയുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. രോഹിത് ഭായിയിലും കോഹ്ലി ഭായിയിലും ഞാൻ കണ്ടിരുന്ന ആ ഗുണം എനിക്ക് ഈ മൈതാനത്ത് കാണാൻ കഴിഞ്ഞില്ല. അവർ എത്രയും പെട്ടെന്ന് ടീമിൽ തിരിച്ചെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിയും, ഗിൽ കൂട്ടിച്ചേർത്തു. ആദ്യമായി ടെസ്റ്റ് നായകനായുള്ള മത്സരത്തിൽ തന്നെ തോൽവി ഏറ്റുവാങ്ങിയ ശുഭമാൻ ഗിൽ മാനസികമായി തകർന്നിരിക്കുകയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായത്തിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിക്കൽ തീരുമാനം മാറ്റി ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.